നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 കുംഭമാസം 10-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി ഞായറാഴ്ച. നാളെ സൂര്യോദയം 6:47 തൃശ്ശൂരിൽ, അസ്തമയം വൈകിട്ട് 6:30 തൃശ്ശൂരിലാണ്. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ഞായറാഴ്ചത്തെ രാഹുകാലം 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാകുന്നു. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, നാളെ പഞ്ചമി തിഥിയാണ്, വെളുത്തപക്ഷത്തിലെ പഞ്ചമി. ചന്ദ്രൻ ബലവാനായി വരികയാണ്. കാലത്ത് 11 മണി വരെയാണ് പഞ്ചമി തിഥി. 11 മണി കഴിഞ്ഞാൽ പിന്നെ ഷഷ്ഠി തിഥിയായി, വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി. നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഷഷ്ഠി ഉള്ളത് കേവലം 5 നാഴിക 46 വിനാഴികയാണ്. അപ്പോൾ ഷഷ്ഠി ആചരിക്കേണ്ട യഥാർത്ഥത്തിൽ എപ്പോഴാണ്? നാളെ തന്നെയാണ്. നാളെ 11 മണി കഴിഞ്ഞ് ഷഷ്ഠി ആരംഭിക്കുകയാണ്. അതിനാൽ ഷഷ്ഠിവ്രതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളെ തന്നെ ആചരിക്കുക, അല്ലേ? നിങ്ങൾക്ക് ഇന്ന് തന്നെ എന്ത് ചെയ്യാം? സുബ്രഹ്മണ്യന് വേണ്ട ആ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടെ ഒരിക്കലൊക്കെ എടുത്തുകൊണ്ട് നാളെ കാലത്ത് സുബ്രഹ്മണ്യന് ക്ഷേത്രത്തിൽ പോകുന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ മധുരം കൂടി അരിപ്പായസം ഉണ്ടാക്കി അപ്രകാരം അത് സുബ്രഹ്മണ്യനെ മുന്നിൽ വെച്ചുകൊണ്ട് ഓം വജദ്ഭുവേ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി മുഖരിതമാകട്ടെ അന്തരീക്ഷം. സുബ്രഹ്മണ്യൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ. അതോടുകൂടി ആ ഷഷ്ഠിവ്രതത്തിൻ്റെ പൂർണ്ണത വരികയും ചെയ്യും. നിങ്ങളുടെ സന്താനങ്ങളുടെ പഠനമായാലും ആരോഗ്യമായാലും ഗർഭിണികൾക്ക് അവരുടേതായ വിഷയങ്ങളായാലും അല്ലെങ്കിൽ മക്കളുടെ വിവാഹ വിഷയമായാലും എല്ലാം തന്നെ വളരെ നന്നാവും. പ്രാർത്ഥന ഓം വജദ്ഭുവേ നമഃ. നാളത്തെ നക്ഷത്രം ഞായറാഴ്ച വരുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി ഒരു ശുഭനക്ഷത്രമാണ്, ഉത്തരത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. അശ്വതി മരുന്ന് കഴിപ്പാൻ ഏറ്റവും നല്ല നക്ഷത്രമാണ്. അശ്വിനി ദേവതകളാണ് ഇതിൻ്റെ ആധിപത്യമുള്ള ഗ്രഹങ്ങൾ. അശ്വതിക്കാർക്ക് ജീവിതത്തിൽ അവരുടെ ജന്മവൃക്ഷം കാഞ്ഞിരമാണ്. പലപ്പോഴും കയ്പുള്ള അനുഭവങ്ങളൊക്കെ വരും, പക്ഷെ വീണ്ടും ആ കയ്പൊക്കെ മാറി വീണ്ടും അവർ അതിശക്തമായി ലൈഫിലേക്ക് തിരിച്ചു വരും. സഞ്ചാരപ്രിയരായ ഇവർ എപ്പോഴും ലൈഫിൽ വളരെയധികം യാത്ര ഇഷ്ടപ്പെടുന്നു, അതിവേഗത്തിൽ വാഹനം ഓടിക്കുന്നു. ഇതൊക്കെ ഇവരുടെ ദൗർബല്യങ്ങളാണ്. അശ്വതി നക്ഷത്രക്കാരോട് വാഹന വിഷയത്തിൽ മത്സരിക്കാൻ ആരുമില്ല. ഏതായാലും നാളത്തെ നക്ഷത്രം നല്ല നക്ഷത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ 11:45 മുതൽ 12:45 വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. നാളെ നിർബന്ധമായും സർപ്പക്ഷേത്ര ദർശനം നടത്തണം. സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ, സർപ്പബലി വഴിപാടായി ചെയ്യുക. അല്ലെങ്കിൽ നവഗ്രഹത്തിൽ കാലത്ത് തന്നെ രാഹുകേതു പൂജ ചെയ്യുന്നത് വളരെ അനുകൂലമാണെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.